ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ഓസിലേഷനെ കുറിച്ചായിരുന്നു പറഞ്ഞതല്ലേ? എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞു, എന്താണ് ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറഞ്ഞു, എന്താണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ അല്ലെങ്കിൽ SHM എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രീ ഓസിലേഷനെ കുറിച്ചായിരുന്നു. ഫ്രീ ഓസിലേഷൻ എന്തുമായിരുന്നു? ഒരു ഓസിലേറ്ററി പാർട്ടിക്കിളുമേ വെറും റീസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഓസിലേറ്ററി സിസ്റ്റം ഈസ് കോൾഡ് വാട്ട്? ഫ്രീ ഓസിലേഷൻ എന്ന് പറഞ്ഞു അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ഐഡിയൽ കേസ് ഓഫ് ഓസിലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ അല്ലേ? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് എ ഫോഴ്സ് വിച്ച് ഹെൽപ്സ് ടു കംപ്ലീറ്റ് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഈ ഓസിലേറ്ററി മോഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? അങ്ങനെയുള്ള ഒരു ഓസിലേഷൻ ഒരിക്കലും എന്ത് ചെയ്യൂല, ഒരിക്കലും നിൽക്കൂല. ദാറ്റ് വിൽ കണ്ടിന്യൂ ദ മോഷൻ അല്ലേ? ഫുൾ ടൈം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് വിൽ നെവർ സ്റ്റോപ്സ്, ഒരിക്കലും നിൽക്കൂല. സോ ഐഡിയൽ കേസ് ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ദെൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓസിലേറ്ററി പാർട്ടിക്കിളിൻ്റെ മോഷനാണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്രീ ഓസിലേഷൻ. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന ഓസിലേറ്ററി പാർട്ടിക്കിളിൻ്റെ ഫ്രീക്വൻസിയെ നമ്മൾ വിളിച്ച പേരെന്താ? നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസി ω0 അല്ലേ? സോ നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസി ആയിരിക്കും അതിനുണ്ടായിരിക്കാം. ഇനി ഈ ഫ്രീ ഓസിലേറ്ററി പാർട്ടിക്കിളിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മോഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം അവിടെ എന്ത് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ? റീസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, വേറൊരു ഫോഴ്സും അതിന് ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അത് മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്റ്റോപ്പ് ആവില്ല. സോ നമ്മളതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഓസിലേറ്ററി പാർട്ടിക്കിൾ, ഫ്രീ ഓസിലേറ്ററി പാർട്ടിക്കിൾ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡെറിവേഷനാണിത്. അപ്പോൾ നമ്മൾ തുടങ്ങാം. ഇൻ ആൻ ഐഡിയൽ സിറ്റുവേഷൻ ദർ ഇസ് ഓൺലി വൺ ഫോഴ്സ് അല്ലേ? ആ സിസ്റ്റത്തിന്മേൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലേ? അപ്പോൾ എഫ് ടോട്ടൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ വി ക്യാൻ സേ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ആണ്. ദെൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt എന്ന് എഴുതാൻ പറ്റും. ദെൻ ആക്സലറേഷൻ എന്താ? ദാറ്റ് ഈസ് d²x/dt². ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ? d²x/dt² എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം കാര്യങ്ങൾ കിട്ടിയല്ലോ. എഫ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഐഡിയൽ കേസിലുള്ള ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി റീസ്റ്റോറിംഗ് ഫോഴ്സ്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി dx/dt ആയിരിക്കും, ആക്സിലറേഷൻ d²x/dt² ആയിരിക്കും. ഓക്കെ, ദെൻ ഇന്നൊരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ അല്ലെങ്കിൽ ഒരു SHMൽ വി ക്യാൻ സേ ദാറ്റ് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ? That is, F restoring will be directly proportional to displacement and is in the opposite direction of displacement ആയിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കണം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കണം അല്ലേ? സോ വി ക്യാൻ റൈറ്റ് എഫ് റീസ്റ്റോർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു -x എന്ന് എഴുതാൻ പറ്റും. മൈനസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഡയറക്ഷൻ ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമുക്ക് ഈക്വൽ ടു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യണ്ടേ? സോ വി ക്യാൻ റൈറ്റ് എഫ് റീസ്റ്റോർ ഇസ് ഈക്വൽ ടു -cx എന്ന് എഴുതാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യും? പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് അവിടെ ഈക്വൽ ടു കൊടുത്തു. എഫ് റീസ്റ്റോർ ഇസ് ഈക്വൽ ടു -cx എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ അവിടെ ആഡ് ചെയ്തേ? ഒരു സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തല്ലേ? ദാറ്റ് ഈസ് കോൾഡ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിന് ഒരു പേരുണ്ട്, എന്താ? ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ,
അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റെ പേരെന്താണ്? ഫോഴ്സ് കോൺസ്റ്റന്റ്. So we can write F restore is equal to minus Cx, where C is the force constant and X is the displacement. കിട്ടിയല്ലോ? ഇതാണ് റീസ്റ്റോറിങ് ഫോഴ്സ്. ഇനി നമുക്കറിയാം എഫ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് റീസ്റ്റോറിങ് ആണ് അല്ലേ? ഇക്വേഷൻ നമ്പർ 1. ആ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് നേരെ തിരിച്ച് താഴോട്ട് എഴുതിക്കൂടെ? എഫ് ടോട്ടൽ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് എഫ് റീസ്റ്റോറിങ്? ദാറ്റ് ഇസ് മൈനസ് സി എക്സ്. മൈനസ് സി എക്സ് എന്ന് കിട്ടൂലേ? നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ അല്ലേ? എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ, എം ഇൻറ്റു എ. എഫ് ഇസ് ഈക്വൽ ടു എം എ, നമ്മൾ പാടി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് എം എ, ദാറ്റ് ഇസ് എം ഈസ് ദ മാസ് ആൻഡ് എ ഈസ് ദ ആക്സിലറേഷൻ. എം എ ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ് എന്ന് എഴുതാൻ പറ്റും ആണല്ലോ. സോ എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ് അല്ലേ? ആക്സിലറേഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് അല്ലേ? സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ് എന്ന് കിട്ടി അല്ലേ? നമ്മൾ ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുവരാണ്. മൈനസ് സി എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? പ്ലസ് ആകും. സോ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റൂലേ? അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ മൊത്തം ഇക്വേഷനെ എം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ എക്സ് ബൈ, ഇവിടുത്തെ എം ക്യാൻസൽ ചെയ്ത് പോയല്ലേ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സിയുടെ താഴെ ഒരു എം വരൂലേ? സി ബൈ എം ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 ബൈ എം, ദാറ്റ് ഇസ് 0 അല്ലേ? 0 എന്ന് കിട്ടും. കിട്ടുമല്ലോ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ബൈ എം ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? ഇനി നമ്മൾ സി ബൈ എം എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിന്, സി ബൈ എം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? അതിന് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? ഒമേഗ 0 സ്ക്വയർ എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഒമേഗ 0 സ്ക്വയർ എന്ന് കൊടുക്കാൻ പോവാണ്. സി ബൈ എം എന്ന് വിച്ച് ഈസ് കോൾഡ് ഒമേഗ 0 സ്ക്വയർ. ഒമേഗ 0 എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു? ഫ്രീ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് കോൾഡ് നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ സി ബൈ എം ഇസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ, ദാറ്റ് ഈസ് ഒമേഗ 0 ഈസ് നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? ദിസ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫ്രീ ഓസിലേഷൻ. അപ്പോൾ നമ്മുടെ ഇതാണ് ഈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫ്രീ ഓസിലേഷൻ അല്ലെങ്കിൽ ഐഡിയൽ ഓസിലേഷൻ. ഓക്കെ, കിട്ടിയല്ലോ? ഒന്നുകൂടി പറയണോ? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇതാണ് നമ്മുടെ ഐഡിയൽ കേസിലെ ഫ്രീ ഓസിലേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ആകെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിങ് ഫോഴ്സ് മാത്രമായിരിക്കും. സോ വി ക്യാൻ റൈറ്റ് എഫ് ടോട്ടൽ ഇസ് ഈക്വൽ ടു എഫ് റീസ്റ്റോറിംഗ് എന്ന് എഴുതാൻ പറ്റും. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ദെൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഇസ് ഡി എക്സ് ബൈ ഡി ടി ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഇസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ 2 കണ്ടീഷൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആൻഡ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് എഫ് റീസ്റ്റോറിംഗ് ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ് എന്ന് എഴുതാൻ പറ്റും. ദെൻ ആ ഈക്വൽ ടുവിന് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് സി എന്ന് പറഞ്ഞാൽ, അതിന് നമ്മൾ ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എഫ് റീസ്റ്റോറിംഗ് ആണ്. എഫ് റീസ്റ്റോറിംഗ് നമുക്കിവിടെ മൈനസ് സി എക്സ് എന്ന് കിട്ടി. സോ വി ക്യാൻ റൈറ്റ് എഫ് ടോട്ടൽ ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ് എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. സോ വി ക്യാൻ റൈറ്റ് എം ഇൻറ്റു എ ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ് എന്ന് എഴുതാൻ പറ്റും. എ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ടി ടി സ്ക്വയർ ആണ്. സോ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ടി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ് എന്ന് എഴുതാൻ പറ്റും. ദെൻ മൈനസ് സി എക്സിന് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, അപ്പോൾ പ്ലസ് ആയി. സോ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റി. ഓക്കെ, ഇതിന് ഈ മൊത്തം സാധനത്തിന് നമ്മൾ എമൗണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ ഫുൾ ഇക്വേഷൻ എമൗണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് പോകും. ഈ സിയുടെ താഴെ ഒരു എം വരും. ഓക്കെ, സോ വി ക്യാൻ ആഡ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ബൈ എം ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. സി ബൈ എം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമുക്ക് ഒമേഗ 0 സ്ക്വയർ എന്ന് പറയാം. ആ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഓക്കെ, സോ വി ക്യാൻ ആഡ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ്
ഫ്രീ ഓസിലേഷൻ. ഓക്കെ, അപ്പോൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, ചെയ്ത് തന്നെ പഠിക്കുക, എന്നിട്ട് എഴുതി പഠിക്കുക. ഈ ഡെറിവേഷൻസ് ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.